ഇന്ന് പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ആയാലോ. അതിനായിട്ട് 5 പഴം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ നെയ്യിലൊന്ന് വാട്ടിയിട്ടെടുക്കാം. അടുത്തായി കുറച്ച് നെയ്യിലേക്ക് കുറച്ച് ബദാമും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അടുത്തായി മുട്ടയിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും മൈദയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ് കാൽ ഭാഗത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും മുട്ടയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സാണ് ലെയർ ചെയ്ത് കൊടുക്കേണ്ടത്. വീണ്ടും അതിന് മുകളിലായിട്ട് നമുക്ക് പഴത്തിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ ഞാനിവിടെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലൂടെ ലാസ്റ്റ് നമ്മുടെ ആ മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിനെ ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.